ചൈനയുടെ അതിർത്തിയിൽ ഉത്തര കൊറിയക്ക് രഹസ്യ സൈനിക താവളമുണ്ടെന്ന് അവസാനം അമേരിക്ക സ്ഥിരീകരിച്ചു. ഇതിന് മുൻപ് തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലും തെളിവടിസ്ഥാനത്ത് സ്ഥിരീകരിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചില്ല. ഏറ്റവും ഒടുവിൽ അത് അവര് ബഹിരാകാശ ചിത്രങ്ങളെ തെളിവടിസ്ഥാനത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നു, ചൈനയുടെ അതിർത്തിയിൽ ഉത്തര കൊറിയക്ക് രഹസ്യ സൈനിക താവളമുണ്ട്. ഇത് അമേരിക്കക്ക് ഭീഷണി ഉയർത്തുന്നതാണ്. ചൈനയുടെ അതിർത്തിയിൽ നിന്ന് 28 കിലോമീറ്റർ ദൂരപരിധിയുള്ള നോർത്ത് പ്രവിശ്യയിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഭൂഖണ്ഡാന്തര മിസൈലിന്റെ നിർമ്മിതികളും അതുമായി ബന്ധപ്പെട്ട ഉപയോഗ കാര്യങ്ങളും ഒക്കെ സൈനിക കാവലിൽ ഇവിടെ അവർ നടത്തുന്നു. അങ്ങനെയാണ് ഇത് ഇവിടെ നിലകൊള്ളുന്നത് എന്ന് 2004 ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും 2014 അത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാന്റെ മോഡൽ, അഫ്ഗാൻ മോഡലിനെ കുറിച്ച് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അഫ്ഗാനിൽ എങ്ങനെയാണോ താലിബാൻ ഉയർത്തെഴുന്നേറ്റത്, മലമടക്കുകളിൽ നിന്ന് സൈനികാഭ്യാസം പഠിക്കുകയും രഹസ്യമായിരിക്കുന്ന പല പ്രാക്ടിക്കൽ ലഭിച്ചു കൊണ്ടുമാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു മുന്നേറ്റം നടത്തി അഫ്ഗാനിലെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് താലിബാൻ അവിടെ വീണ്ടും ഭരണത്തിലേറിയത്. ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ്. അതിന് പറയുന്നത് ആളൊഴിഞ്ഞ ഒറ്റപ്പെട്ട മലഞ്ചെരുവിന്റെ ഇടുക്കിലാണ് ഈ പ്രദേശം ഉള്ളത് എന്നതിനാൽ വല്ലാതൊന്നും ആളുകൾക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയില്ല. 20ഓളം രഹസ്യ ആയുധശാലകൾ കുറേക്കുണ്ട് എന്നാണ് പറയുന്നത്. അതിലൊന്നാണ് ഇവിടെ പറയപ്പെട്ടത്. മറ്റുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തുന്നു എന്ന് അമേരിക്ക പറയുന്നു. 22 കിലോമീറ്ററിലധികം വിസ്താരമുള്ള സൗകര്യവും സംവിധാനവും ഉള്ളിടത്താണ് ഈ നിർമ്മിതി ഇവർ ആരംഭിച്ചത്. ഈ മരങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ വലിയ പ്രയാസമുള്ള കാര്യമാണ്. മനുഷ്യജീവികളൊന്നും പല ഘട്ടത്തിൽ അവിടേക്ക് എത്തിപ്പെടാറില്ല. നഗരത്തിൽ നിന്ന് 40ലധികം കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ സ്ഥലത്തിൽ കണക്കാക്കുന്നത്. അവിടേക്ക് ഒരു കാർഷിക മേഖല അല്ലാത്തതിനാലും ജനനിബിഡ മേഖല അല്ലാത്തതിനാലും ജനവാസ യോഗ്യമല്ലാത്തതിനാലും കുന്നും മലയിടുക്കുമായിരിക്കുന്ന പ്രദേശമായതിനാലും ഇവിടെ മനുഷ്യർ എത്തിപ്പെടുക എന്നുള്ളത് പ്രയാസമാണ്. മറ്റ് ജീവജാലങ്ങളും ഇല്ല. അതുകൊണ്ട് ഈ കാര്യത്തിനൊക്കെ വലിയ സൗകര്യമാണ്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഇവിടെ ഉണ്ട് എന്നുള്ളതും 13,000 കിലോമീറ്റർ മുതൽ 15,000 കിലോമീറ്റർ വരെ ഉള്ള മിസൈലുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കൊറിയയുമായുള്ള ബന്ധം മുൻപേ നല്ല രീതിയിലല്ല. അപ്പൊ നല്ലതല്ലാത്ത ബന്ധത്തിന് ഒന്നും കൂടി അകൽച്ച കൂട്ടുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പൊ കൊറിയ ചെയ്തത് എന്നാണ് അമേരിക്കയുടെ അഭിപ്രായം. ഇതിനു മുമ്പ് തന്നെ അമേരിക്ക പ്രസിഡന്റ് ആയിരിക്കുന്ന കിം ജോങ് ഉൻ, ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കിം ജോങ് ഉൻ പറഞ്ഞിട്ടുണ്ട്, വേണ്ടി വന്നാൽ തങ്ങൾ അമേരിക്കയിലും ആണവ സ്ഫോടനം നടത്തുമെന്ന്. 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കൊറിയയുടെ കൈവശത്തിൽ അതുണ്ട്. അത് ന്യൂക്ലിയർ വാർ ഹെഡ് പതിക്കാൻ അല്ലെങ്കിൽ ഘടിപ്പിക്കാൻ പാകത്തിലുള്ള സംവിധാനത്തോടു കൂടിയാണ് നിർമ്മിച്ചത്. അപ്പോൾ തങ്ങൾക്ക് ഭീഷണിയാവുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി കാര്യങ്ങളൊക്കെ അമേരിക്ക ഏതെങ്കിലും കാലഘട്ടത്തിൽ ചെയ്താൽ തീർച്ചയായിട്ടും അതേ നാണയത്തെ തങ്ങൾ തിരിച്ചടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് 2 ധ്രുവങ്ങളായി അല്ലെങ്കിൽ 2 മേഖലയായി ലോക സൈനിക ശക്തികൾ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അമേരിക്കയോടൊപ്പം ആണ് എന്നൊരു പരിധി വരെ പറയാൻ പറ്റും. എന്നാൽ ബ്രിട്ടൻ അതിൽ നിന്ന് അത്യാവശ്യം അകന്നു നിൽക്കുന്ന ഒരു സ്ഥിതി കാണാൻ വേണ്ടി പറ്റും. റഷ്യയും ഇറാനും കൊറിയയും ചൈനയും അടങ്ങുന്ന ഒരു സംഘം വളരെ സജീവമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഒരു പക്ഷത്ത് നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയോടൊപ്പം ഇപ്പോൾ ലോകരാജ്യങ്ങൾ പലതും, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾപ്പെട്ട പലതും ഏറെക്കുറെ പിണങ്ങി നിൽക്കുന്ന അല്ല അകന്നു നിൽക്കുന്നതാണ്. നയ നിലപാടുകളോടൊന്നും വലിയ രീതിയിലുള്ള യോജിപ്പില്ല. പ്രത്യേകിച്ച് ഈ യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ നയങ്ങളോടൊപ്പം അല്ല ബ്രിട്ടന്റെ നയങ്ങളോടാണ് പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും താല്പര്യം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് സ്വകാര്യ സംഭാഷണം നടത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് എന്നുള്ളത് പല ചർച്ചയിൽ നിന്നും മനസ്സിലാക്കി ഏറ്റവും ഒടുവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ന്യൂയോർക്ക് സന്ദർശിച്ചുകൊണ്ട് 4 മണിക്കൂറോളം പുടിനുമായിട്ട് ചർച്ച നടത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ന്യൂയോർക്ക് സന്ദർശിക്കുന്നു, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിൽ സ്വീകരണം നൽകുന്നു, അടച്ചിട്ട മുറിയിൽ 4 മണിക്കൂറോളം ചർച്ച ചെയ്യുന്നു, ഒരു പരിഹാരത്തിലും ആയിട്ടില്ല. ഏറ്റവും ഒടുവിൽ റഷ്യയുടെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റിനെ ന്യൂയോർക്കിലേക്ക് ക്ഷണിച്ചു എന്നത് മാത്രമാണ്, ഇവിടെ റഷ്യയിലേക്ക് ക്ഷണിച്ചു എന്നത് മാത്രമാണ് അതിൻ്റെ ശേഷിപ്പായിട്ടുണ്ടായത്. ഇപ്പോഴത്തെ സ്ഥിതി ഈ വളരെ രഹസ്യമായിരിക്കുന്ന പല സംവിധാനങ്ങളും രാജ്യങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട് തങ്ങൾക്കെതിരെ എന്നുള്ള ഒരു ബോധ്യം അമേരിക്കക്ക് വന്നിരിക്കുന്നു.
അത് തെളിയിക്കാനുള്ള വലിയ ശ്രമ കാര്യങ്ങളൊക്കെ അവർ മുമ്പേ നടത്തിയിട്ടുണ്ട്. ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ അത് സ്ഥിരീകരിച്ചു. അത് ബഹിരാകാശ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സാറ്റലൈറ്റിൻ്റെ കംപ്ലീറ്റ് പരിശോധനകൾ ഏകദേശം ഒരു വർഷമായി അമേരിക്ക നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ചൈനയുടെ അതിർത്തിയിൽ ഉത്തര കൊറിയക്ക് രഹസ്യമായിരിക്കുന്ന സൈനിക താവളമുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ 24 മണിക്കൂറും അവിടെ കാവൽ നിൽക്കുന്ന സൈനികർക്കിടയിൽ നിന്ന് ആയുധ നിർമ്മിതി പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ അപകടം വളരെ വലുതായിരിക്കും എന്നുള്ളതും ഇത് എത്രത്തോളം ഇതിൻ്റെ കാഠിന്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കയില്ല എന്നുള്ളതുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം.